വിമോചനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ്. ആർക്കാണ് വിമോചനം ആവശ്യമായുള്ളത്? ബന്ധനത്തിലായിരിക്കുന്നവർക്കാണ് വിമോചനം ആവശ്യമായിരിക്കുന്നത്. ബന്ധനം എന്ന് പറയുന്നത് മാനസികമായോ ശാരീരികമായോ ഉള്ള ബന്ധനമാകാം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് ചലിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ബന്ധനം എന്ന് പറയുന്നത്. വിമോചകരാകുവാൻ ദൈവം നമ്മെ വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ഇന്നൊരു ബന്ധനത്തിലാകുന്നു എന്നതാണ്. നമുക്ക് സ്വാതന്ത്ര്യം ശരിക്കും ഇല്ല എന്നാണ്. വചനഭാഗത്തിൽ കൂന് കാരണം, ശരീരത്തിലെ ഒരു ബന്ധനം കാരണം 18 സംവത്സരങ്ങളായി രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെയാണ്, കൂന് ബാധിച്ച ഒരു സ്ത്രീയെയാണ് ദൈവം നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. ആ വചനഭാഗത്തിൽ യേശു കൈവച്ച് ആ സ്ത്രീയുടെ ബന്ധനത്തെ അഴിച്ചു വിടുകയാണ്, അവളെ സ്വതന്ത്രയാക്കുകയാണ്. അവൾ ക്ഷണത്തിൽ നിവർന്നു നിൽക്കുമെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നും ആ വേദവചനം നമുക്ക് കാണിച്ചു തരും. മോശ മുഖാന്തരം കൈമാറി വന്ന ന്യായപ്രമാണത്തിൽ അന്ധമായി വിശ്വസിച്ച് ആചാരങ്ങൾക്ക് മാത്രം വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന പള്ളി പ്രമാണിക്ക് ദൈവത്തിൻ്റെ ഈ കരുണയാർന്ന പ്രവൃത്തിയെ അംഗീകരിക്കുവാനോ ന്യായീകരിക്കുവാനോ കഴിയാതെ പോലും 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, എന്നാൽ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ പോവുക എന്ന് ദൈവം പറയുന്ന ഒരു വലിയ കൽപ്പനയുണ്ട്. ആ കൽപ്പനകളുടെ എല്ലാം ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ശരിയായ അർത്ഥത്തെ കാണുവാൻ കഴിയാതെ ആചാരങ്ങൾക്ക് മാത്രം വളരെയധികം വിധേയപ്പെടുന്ന ഇസ്രായേൽ ജനതയെയും യഹൂദ ജനത്തെയുമാണ് ദൈവം അവിടെ കാണിച്ചു തരുന്നത്. ദൈവം അവിടെ കരുണയുടെ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. ശബത്തിൽ ആരും വിഷമം അനുഭവിക്കുന്നതോ നന്മ ലഭിക്കാതെ പോകുന്നതോ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ 18 സംവത്സരമായി ബന്ധനത്തിലായിരുന്ന ഈ കൂനിയായ സ്ത്രീയെ കർത്താവ് അബ്രഹാമിൻ്റെ മകൾ എന്ന് വിശേഷിപ്പിച്ചാണ് ശബത്ത് നാളിൽ ബന്ധനം മോചിപ്പിക്കുന്നത്. അവളെ അബ്രഹാമിൻ്റെ മകളായിരിക്കൊണ്ട് അവൾക്ക് ഈ ശബത്ത് നാളിൽ ബന്ധനം മോചിക്കേണ്ടത് ആവശ്യമല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പരീശന്മാരും പള്ളിപ്രമാണിയും നാണിച്ചു പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. എന്താണ് അബ്രഹാമിൻ്റെ മക്കളായവരുടെ പ്രത്യേകത? അബ്രഹാമിൻ്റെ നേരെ മകളായിരുന്നു ഈ കൂന് ബാധിച്ച സ്ത്രീ. എന്താണ് അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം? ഗലാത്യർ 3-ാം അധ്യായം 13-ന്റെ 2-ാം ഭാഗം നാം നോക്കുകയാണെങ്കിൽ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം? ഉൽപ്പത്തി 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും ബന്ധനങ്ങളും പോരാട്ടങ്ങളും കടന്നു വരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് തൂക്കി നോക്കിപ്പെടുന്ന ഒരു അവസരമാണ്. കർത്താവ് നമുക്ക് കാൽവരിയിൽ അരുളി ചെയ്ത, നമുക്ക് അനുവദിച്ച സൗഖ്യവും രക്ഷയും നമ്മിൽ വിശ്വാസത്തോടെ എത്ര പേർ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു തൂക്കി നോക്കലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 18 സംവത്സരമായി കൂന് ബാധിച്ച ഈ സ്ത്രീ നമ്മുടെ പരിസരത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയായിരിക്കും അവരനുഭവിക്കുന്ന വിഷമം? അവരുടെ നടുഭാഗത്ത് അവരനുഭവിച്ചിരുന്ന വേദനയുടെ തീവ്രത എത്രയായിരിക്കാം? 18 വർഷങ്ങളായി അവർക്ക് നിവരാൻ കഴിയാതിരിക്കുകയാണ്. എന്നാൽ ആ കടുത്ത വേദനയിലും പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിലും യേശു ആ കൂനിയായ സ്ത്രീയെ കണ്ടുമുട്ടുന്നത് അവളുടെ ഭവനത്തിൽ വെച്ചല്ല, ശബത്ത് നാളിൽ സഭയിൽ വെച്ചാകുന്നു. യേശു അവിടെ വചനം സംസാരിക്കുന്ന സമയത്താണ് ഈ കൂന് ബാധിച്ച സ്ത്രീയെ അവിടെ വചനം ശ്രവിക്കുവാനായി കടന്നു വരുന്നത്. തികഞ്ഞ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ഉറച്ച ജീവിതമായിരുന്നു ആ സ്ത്രീയുടേതെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തനിക്ക് നീണ്ട നാൾകളായി തന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ മറികടന്ന് കട്ടിലിൽ മാത്രം ഒതുങ്ങി
ജീവിതത്തിൽ വിമോചനം കടന്നു വന്നു. ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിലെ ബന്ധനത്തെ അഴിക്കുവാൻ യേശു മുഖാന്തരം അവൾക്ക് സാധിക്കുന്നു. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനാകണം നാം സഭയിൽ കടന്നു വരുന്നതും ശബത്ത് ആചരിക്കുന്നതും എന്ന് കൂടി ഈ വചനം നമ്മെ ഓർക്കുന്നു. ഈ കൂനിയായ സ്ത്രീയെ പോലെ നമ്മുടെ ജീവിതത്തിലും ബന്ധനങ്ങളുണ്ട്. രോഗത്തിൻ്റെ കൂനുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, മാനസിക പീഡനങ്ങളുണ്ട്, പൈശാചിക പിരിമുറുക്കങ്ങളുണ്ട്, പോരാട്ടമുണ്ട്. തീർച്ചയായും ശരീരത്തിൽ ഒരു ബന്ധനം വരുമ്പോൾ, വേദന വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും വല്ലാതെ പിരിമുറുക്കത്തെ ആഴ്ത്തിക്കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയ മക്കളെ, പ്രിയ മാതാപിതാക്കളെ, ഇന്ന് യാതൊരു പ്രയാസവും യാതൊരു ബന്ധനവും ക്രിസ്തു യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ക്രിസ്തു യേശുവിൻ്റെ സന്നദ്ധിയിൽ വരുന്നതിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുവാൻ ഇടയാകരുത്. കൂനിയായ സ്ത്രീ തൻ്റെ സകല വേദനയും കഷ്ടതയും മറികടന്ന് സഭയിൽ വന്നുവെങ്കിൽ, ശബത്ത് ആചരിച്ചുവെങ്കിൽ, വിശ്വാസത്തോടെ കർത്താവിനെ നോക്കിയെങ്കിൽ, ഇന്ന് പൂർണ്ണ ആരോഗ്യമുള്ള നാം, അല്ലെങ്കിൽ ചെറിയ വേദനകളുള്ള നാം, ഇന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിവുള്ള നാം നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് നമ്മുടെ മുഴങ്കാലുകളെ മടക്കി സഭയിൽ നിലത്ത് മുട്ടുകുത്തി വിനയപ്പെട്ട് കർത്താവിനെ അന്വേഷിക്കുവാൻ കഴിയുന്നവരാകണമേ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ സന്തതികൾക്ക്, അബ്രഹാമിൻ്റെ മക്കൾക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രാപിക്കുവാൻ നമുക്ക് ഈ ദിവസം മുതൽ സാധിക്കണമേ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിക്കുന്നു. സകല ബന്ധനത്തിൽ നിന്നും വിമോചനം നേടുവാൻ അപ്പൻ നമുക്കായി സകല വചനങ്ങളും ഈ വേദപുസ്തകത്തിൽ നമുക്കായി അരുളി ചെയ്തിട്ടുണ്ട്. ഈ നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ, ബന്ധനത്തിൽ നിന്നും മാറ്റം വന്ന് നമ്മുടെ കൂന് മാറി നിവർന്ന് നിൽക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.